നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുധീഷിനെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധിയെ എങ്ങനെയെങ്കിലും കല്യാണത്തിനൊന്ന് സമ്മതിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കുന്നുണ്ട് സുധീഷ്. പക്ഷെ നിധി അടുക്കുന്നില്ല. നിധി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലെ തന്നെ നിൽക്കുവാണ്. നിധിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. 1 മണിക്കൂറത്തേക്കെങ്കിലും അവിടെ വന്നൊന്ന് അഭിനയിച്ചാൽ മാത്രം മതി, ഒരു കുറച്ച് സമയത്തേക്ക്. പക്ഷെ നിധി സമ്മതിച്ചില്ല. ഒടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ സുധീഷ് പുറത്തേക്ക് ഇറങ്ങി പോരുക. ഇനിയിപ്പോ താൻ ചേട്ടനോടും ഇവിടെ ഉള്ളവരോടൊക്കെ എന്ത് മറുപടി പറയും? താനും അവളും തമ്മിലുള്ള കല്യാണം നടന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണെന്നറിഞ്ഞ ഇനിയിപ്പം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. ഒടുവിൽ ഇങ്ങനെ ആകെപ്പാടെ ടെൻഷനോട് കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് വന്നിട്ട് ചോദിച്ചു, അല്ല എന്താടാ നീ എന്താ ഒരുങ്ങുന്നില്ലേ? നീ എന്താ ഇവിടെ കുറ്റി അടിച്ച പോലെ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ചേട്ടാ ഞാന് എടാ എന്തേലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അല്ല ആ പെങ്കൊച്ചിന് എന്തേലും? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവള് മുറിയിലുണ്ട്. പിന്നെ നീ എന്താടാ ഡ്രസ്സ് മാറാത്തെ? അത് പിന്നെ അവളുടെ മുറിയിൽ എൻ്റെ ഡ്രസ്സ് ഇരിക്കുന്നേ, അതുകൊണ്ട് അവള് ഡ്രസ്സ് മാറുന്നോണ്ട് ഞാനത് എടുക്കാത്ത. ഓ അതാണോ കാര്യം? പെട്ടെന്ന് വേണം, എല്ലാവരും ആണ്ടെ വന്ന് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പെണ്ണും ചെറുക്കനും എന്തിയെന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു ആട്ടെ ഏട്ടാന്ന് പറയണം. ആ സമയത്ത് ഓരോരുത്തരായിട്ട് റിസപ്ഷന് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവരൊക്കെ ചോദിക്കുന്നുണ്ട് പെണ്ണും ചെറുക്കനും എന്തിയെന്നൊക്കെ. നികേഷിനോടും ഹരീഷിനോടും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ഇറങ്ങി വരുമെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഓരോരുത്തരോട് സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നില്ല. ഇനിയിപ്പം റിസപ്ഷൻ തുടങ്ങാനായിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ റെഡിയാവണം. ഈ സമയത്ത് സുനന്ദി അങ്ങോട്ടേക്ക് വന്നേ. സുനന്ദിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ഒരു ടെൻഷനായിപ്പോയി സുധീഷിന്. ഇനിയിപ്പോൾ ഇവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കും? ഇവളെങ്ങാനും വന്ന് നിധിയോട് സംസാരിച്ച അതോടുകൂടി തീരും. അങ്ങനെ വന്നിട്ട് സുനന്ദി ചോദിച്ചു, ആഹാ കല്യാണ ചെറുക്കൻ നല്ല നിപ്പാണല്ലോ നിൽക്കുന്നത്, കല്യാണ ചെറുക്കൻ റെഡിയാവുന്നില്ലേ? അത് പിന്നെ ഞാന് അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതെ അവന്റെ ഡ്രസ്സ് നിധിയുടെ മുറിയിൽ അതുകൊണ്ടാ. ഓ അതാണോ? അല്ല നിധി റെഡി ആയിക്കൊണ്ടിരിക്കുക. ആഹാ ഇതെന്താ ഇത്ര സമയത്ത് റെഡി ആയിട്ട് ഇറങ്ങി വരാത്തെ? അത് പിന്നെ അത്ര എക്സ്പീരിയൻസ് ഒന്നും കാണത്തില്ല സാരിയൊക്കെ ഉടുക്കാനായിട്ട്, അതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഹെൽപ്പ് ചെയ്യാന്ന് സുനന്ദി പറഞ്ഞു. സുനന്ദിക്ക് ഭയങ്കര സന്തോഷം. സുഭാഷ് പറഞ്ഞു അങ്ങനെയാണ് ഉപകാരമായിരുന്നു, നീയും കൂടെ ചെന്ന് ഒന്ന് റെഡിയാക്കി പെട്ടെന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം സുനന്ദി സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം സുഭാഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, ഇവന്റെ ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട്, അതും കൂടെ നീ ഇറങ്ങി പോരുമ്പോൾ എടുത്തോണ്ട് വരണം. ശരി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ആ സമയത്ത് സുധീഷിന്റെ നെഞ്ചിനകത്ത് ഒരു തീമിനി, ദൈവമേ ഇനി ഇവള് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാവും എന്തോ. നിധിയാണെങ്കിൽ ദേഷ്യപ്പെടുകയും ചെയ്യും. അവള് സത്യങ്ങളൊക്കെ അറിയും. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വരും. എല്ലാവരുടെയും മുന്നിൽ നാണം കിടും. ആ ഒരു ടെൻഷനായിരുന്നു സുധീഷിന്റെ മനസ്സിൽ. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു നീ ഇവിടെ ഇരിക്കുക, അവൾ ഇപ്പൊ തന്നെ ഡ്രസ്സ് കൊണ്ടു തരും, ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് അങ്ങോട്ടേക്ക് പോയി. സുധീഷ് ഓർത്തു ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ, ഇവിടുന്ന് ഇങ്ങോട്ടേലും ഓടിപ്പോയാലോ? പക്ഷെ ഇത്രയും വിളിച്ചു കൂട്ടിയിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ തല കുനിച്ച് തന്റെ ചേട്ടൻ നിൽക്കേണ്ടി വരും. അതൊക്കെ ഓർത്തപ്പോൾ വല്ലാത്തൊരു നെഞ്ചിടിപ്പായിരുന്നു സുധീഷിന്. ഇങ്ങോട്ടും പോവാനും പറ്റില്ല. ഇപ്പൊ അവൾ ഇറങ്ങി വന്നില്ല, ആകെപ്പാടെ പ്രശ്നമാവുമെന്ന് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് സുനന്ദി നിധിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ആ സമയത്ത് നിധി ചോദിച്ചു ആരാന്ന് ചോദിക്കുവാണ്. എന്നെ മനസ്സിലായില്ലേ, എന്റെ പേര് സുനന്ദി എന്നാ. ഞാന് സുധീഷിന്റെ അച്ഛന്റെ പെങ്ങടെ മകളാന്ന് പറയണം. ഓ ശരി, അല്ല ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, റെഡി ആയില്ലെന്ന് ചോദിക്കുവാണ്. ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുനന്ദി പറഞ്ഞു അല്ല സുധീഷേന്റെ ഡ്രസ്സ് എവിടെയാ ഇരിക്കണേന്ന് ചോദിക്കണം. അപ്പൊ ഒരു കവർ അവിടെ ഇരിക്കുന്നുണ്ട്. ഓ ഇതല്ലേ, ഞാനിത് കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദി പെട്ടെന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. എന്നാലും സുധീഷിന്റെ ഡ്രസ്സ് കൊടുത്തിട്ട് പെട്ടെന്ന് മാറിക്കോളാൻ പറയാണ്. വീണ്ടും സുനന്ദി അകത്ത് ഒരു കഥ അടിച്ചു. അതിനുശേഷം ഉടുക്കാനുള്ള സാരിയൊക്കെ കയ്യിലെടുക്കുകയാണ്. അല്ല സാരി ഉടുക്കാൻ അറിയത്തില്ലാത്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കണേ, എന്നോട് ഒരു വാക്കൊന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ വന്ന് ഉടുപ്പിക്കുമല്ലേ, അതിനിങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമുണ്ടോ? എന്തുണ്ടെങ്കിലും പറയണം, സുഭാഷേനോട് പറഞ്ഞാൽ മതി, സുഭാഷേനോട് എന്നോട് ഒന്ന് പറഞ്ഞോളൂ. പിന്നെ കുടുംബങ്ങൾ തമ്മിൽ അത്ര ചേർച്ചയില്ലാത്തോണ്ടാ ഞാനിങ്ങനെ മാറി നിൽക്കുന്നേ, ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞ് സുനന്ദി വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിധി ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് സുനന്ദി പോയി ആ സാരിയൊക്കെ എടുത്തു. അതിന് ഫ്ലീറ്റൊക്കെ എടുക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് വേണം, ഇനി അധികം സമയമില്ല, 10-15 മിനിറ്റും കൂടെ ഉള്ളു റിസപ്ഷൻ തുടങ്ങാനായിട്ട്. അല്ല മേക്കപ്പ് ഒന്നും ചെയ്തില്ലല്ലോ,
യോ മേക്കപ്പ് ചെയ്യാനായിട്ട് ഉള്ള സാധനങ്ങളൊന്നും കാണത്തില്ലേ, പെട്ടെന്ന് ഓടി വന്നോണ്ട് എടുക്കാൻ മറന്നുപോയി കാണും. സാരമില്ല, എന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ഞാനതൊക്കെ എടുത്തോണ്ട് വരട്ടെ, അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ റെഡിയാക്കാം. അല്ലേല് ഇനി അത് എടുത്തോണ്ട് വരുമ്പത്തേന് സമയം പോവോ? കയ്യിൽ എന്തേലും കൊണ്ട് തന്നാ മതി, ഞാൻ മേക്കപ്പ് ചെയ്യാം, അത്യാവശ്യമൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞു. അങ്ങനെ പാതു വരാതെ സുനിധി സംസാരിച്ചോണ്ടിരുന്നു. കുറച്ച് സമയമൊക്കെ നിധി കേട്ടിരുന്നു. പിന്നീട് നിധി പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കാവെന്ന് ചോദിക്കുക. ഒരു നിമിഷം സുനിധി എട്ടിപ്പോയി. അതെ, നിങ്ങൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കേ. മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോനാ? ഞാനോ? അല്ല, ഞാൻ സാരി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാം. ഒന്നും വേണ്ട, എനിക്ക് ഹെൽപ്പും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയി തന്നാൽ മാത്രം മതി. അല്ല നിധി, അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, ഇറങ്ങിപ്പോവാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. ഒടുവില് സുനിധിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. സുനിധി ഒന്നും മിണ്ടാതെ സാരി അവിടെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ സമയം സുധീഷും സുഭാഷും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം സുധീഷ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കണ്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, കൊള്ളാടാ, സൂപ്പർ ആയിട്ടുണ്ട്. ഹരീഷും നികേഷും കൂടെ പോയി സെലക്ട് ചെയ്തോണ്ടെന്നെ, നിനക്ക് നന്നായിട്ട് മാച്ചാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് സുനിധി അങ്ങോട്ട് സങ്കടപ്പെട്ടു വരുന്നേ. സുഭാഷ് ഏട്ടാ, ഈ കല്യാണ റിസപ്ഷൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? ആ ചേച്ചി അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കാനാ? അതെ, ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടിപ്പോ എന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. ഇറങ്ങിപ്പോവാൻ പറഞ്ഞെന്നോ? എന്തൊക്കെയാടാ സുധീഷ് ഇത്? നിധി എന്താ ഡ്രസ്സ് മാറ്റാത്തെ? അത് പിന്നെ ചേട്ടാ, എടാ നിങ്ങൾ തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല. അത് ചിലപ്പം മനസ്സിൽ വിഷമം കാണും, അച്ഛനിങ്ങനെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ, അതിൻ്റെയൊക്കെ സങ്കടമായിരിക്കും. ഞാൻ പോയി എല്ലാം ശരിയാക്കിയിട്ട് വരാം. അപ്പോഴേക്കും സുനന്ദയുടെ അമ്മ അവിടെ കിടന്ന് വിളിക്കുകയാണ്, എടി നീ അവിടെ എന്തെടുക്കുക, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാടി, എന്നെ അങ്ങോട്ട് വെറുതെ വിളിച്ച് കയറ്റരുതെന്നൊക്കെ പറഞ്ഞു. ഈ അമ്മയുടെ ഒരു കാര്യം, എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടോ ഒരു സമാധാനം തരത്തില്ല. അതെ സുഭാഷ് ഏട്ടാ, ഇത്തിരി കഴിയുമ്പോൾ ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സുനന്ദ അങ്ങോട്ട് പോയി. ആ സമയത്ത് സുധീഷ് നേരെ മുറിയിലേക്ക് നിന്നു. മുറിയിലേക്ക് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിധി ആകെപ്പാട്ട് ടെൻഷനിച്ചിരിക്കുമായിരുന്നു. സുധീഷ് എന്നിട്ട് ഒരു, നിധി പ്ലീസ് നീ ഒന്ന് ഡ്രസ്സ് മാറി അങ്ങോട്ടേക്കൊന്ന് വാ, ഒരു 10-15 മിനിറ്റ്, അതിനുള്ളിൽ തന്നെ നിനക്ക് ഇങ്ങോട്ട് തിരികെ വരാം. പിന്നെ നിന്നെ എവിടെയാന്ന് വെച്ചാൽ ഞാനിവിടെ കൊണ്ടേ വിടാം. അതെല്ലാം സുഭാഷ് പുറത്തു നിന്ന് കേട്ടു. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എനിക്ക് വേണ്ടിയിട്ട് ഇത്ര ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടത്തിയതല്ലേ. അത് കേട്ടപ്പോഴത്തേനും നിധി പറഞ്ഞു, എന്താ സുധീഷ് ഇങ്ങനെയൊക്കെ പറയണേ? എന്റെ ഭാഗം എന്താ ചിന്തിക്കാതെ? സുധീഷിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, എന്നെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. എന്തൊക്കെ വർത്താനം എങ്ങനെയൊക്കെ പറയണേ? ഇപ്പൊ എനിക്ക് തോന്നുക ഒന്നും വേണ്ടിയിരുന്നില്ലാന്ന്. നിധി പ്ലീസ് നിധി, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക. ഇത് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ, എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി ഞങ്ങൾ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോഴേക്കും സുഭാഷ് കഥകെ മുട്ടി. സുധീഷ് ആ ടെൻഷനായി. അങ്ങനെ വന്ന് കഥ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ സുഭാഷ്, എന്താടാ പ്രശ്നം? ഇത്ര സമയമായിട്ട് നിധി ഒരുങ്ങിയില്ലേ, എന്ത് പറ്റി മോളെന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ എന്തേലും പ്രശ്നമുണ്ടോ പറ. സാരമില്ല കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട. അച്ഛനും വയ്യാതെ കിടന്ന സമയത്ത് ഞങ്ങളിവിടെ റിസപ്ഷൻ വെക്കുന്നതുകൊണ്ട് ടെൻഷൻ കാണുമല്ലേ, അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ റിസപ്ഷൻ വെക്കാൻ കാരണം എന്താണെന്നറിയോ? ഓരോരുത്തർക്ക് ഓരോന്ന് ചോദിച്ചു തുടങ്ങി, വിളിച്ചോണ്ട് വന്നാണോ അതോ വേറെന്തേലും ആണോ എന്നൊക്കെ. എല്ലാവരും ഉത്തരം പറഞ്ഞു മടുത്തു. അതുകൊണ്ടാ, വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ. ഞങ്ങളോട് ക്ഷമിക്കുക. ഇവൻ പോലും അറിയാത്തില്ലാതെ ഞാനും എൻ്റെ അനുജന്മാരും കൂടി ചേർന്ന് ഈ പ്ലാനുകളൊക്കെ നടത്തിയത്. നിങ്ങളോടൊക്കെ ചോദിക്കണ്ടായിരുന്നു, അത് ഞങ്ങൾ ചെയ്ത തെറ്റാ. ആ സമയം സുധീഷ് പറഞ്ഞു, ചേട്ടാ വേണ്ട, നീ മിണ്ടണ്ട, ആ കൊച്ചിന് നല്ല ടെൻഷനുണ്ട്. അല്ല, ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കാൻ പാടില്ലായിരുന്നു. അതിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലോ. ഒരു കാര്യം ചെയ്യുക, പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് വാ, എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ക്ഷണിച്ച ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നിധി പറഞ്ഞു, അത് പിന്നെ മോളെ ഇനി ഇങ്ങനെ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിധി പറഞ്ഞു, അതൊന്നും അല്ല ചേട്ടാ, അച്ഛന് ഹോസ്പിറ്റലാ, അതൊരു കാരണം തന്നെയാ. പക്ഷെ അതൊന്നും അല്ല, ഇനി നിങ്ങളെ പറ്റിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്ക് സുധീഷ് ഇടയ്ക്ക് കയറി, നിധി നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചു. സുഭാഷ്, എന്താ നിധിക്ക് പറയാനുള്ളേ? എന്നാണെങ്കിൽ എന്നോട് തുറന്നു പറ. അത് പിന്നെ ചേട്ടാ, അത് കാര്യം മറ്റൊന്നാ. എന്ത്? ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ലെന്ന് പറയണേ. ഭാര്യ ഭർത്താക്കന്മാരല്ലെന്നോ? എന്തൊക്കെയാ പറയണേ? നിങ്ങളുടെ കല്യാണം പോലീസ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞല്ലേ? അതെ, അതൊക്കെ കഴിഞ്ഞ. പക്ഷേങ്കില് എന്താ കാര്യം? പിന്നീടാണ് നിധി പറയണേ, ഇത്രയും നല്ലൊരു കുടുംബത്തോട് അല്ല, ഇത്രയും നല്ലൊരു ചേട്ടനോട് ഞാൻ എങ്ങനെ ഇനി മറച്ചു വെക്കുന്ന സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. ശരിക്കും സുധീഷ് എനിക്കൊരു ഉപകാരം ചെയ്തു തന്നുകൊണ്ട് സുധീഷ് എപ്പോൾ പെട്ടിരിക്കുന്നേ, ഞാൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. നിധി കാരണം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായെന്നാ? അത് ശരിക്കും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എനിക്കൊരു കല്യാണം ആലോചിച്ചു. എനിക്ക് ആ ബന്ധത്തിന് ഇഷ്ടമില്ലായിരുന്നു. അയാള് ഓസ്ട്രേലിയക്കാരനാണ്. കല്യാണം കഴിഞ്ഞ് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിരുന്നു. എനിക്ക് പഠിക്കണം, ജോലി വാങ്ങണം എന്നൊക്കെ കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല. പറയാവുന്നതിന് മാക്സിമം ഞങ്ങൾ പറഞ്ഞു.
നടന്നില്ല. ഒടുവില് എൻഗേജ്മെന്റ് തലേദിവസം ഞാൻ സുധീഷിനോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുധീഷിന് ഈ കഥകളൊക്കെ അറിയായിരുന്നു. ഒടുവിൽ ഞാൻ സുധീഷിനോട് പറഞ്ഞു, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണം, എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടേ ആക്കണമെന്ന് പറഞ്ഞു. ആക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രാത്രിയില്. പക്ഷെ എന്നെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തെരച്ചിലായി. ഒടുവില് ഞങ്ങളുടെ പിന്നാലെ തന്നെ എന്റെ വീട്ടുകാരൊക്കെ അന്വേഷിച്ചു വന്നു. അവർ കുറെ ഗുണ്ടകളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേറെ നിവൃത്തിയില്ലാത്ത പോലീസ് സ്റ്റേഷനിൽ ഓടിക്കറി. ആ സമയത്ത് പോലീസുകാർ ഞങ്ങള് ഒളിച്ചോടിയതാന്ന് വിചാരിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തി. സത്യത്തിൽ അതൊന്നും ആയിരുന്നില്ല. സുധീഷും ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലൊന്നും അല്ലായിരുന്നു പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അന്താളിപ്പോട് കൂടിയിട്ട് സുധീഷിനെ നിധിയും കൂടെ മാറി മാറി നോക്കുകയാണ് സുഭാഷ്. സുഭാഷിന് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇതൊക്കെയാണ് സത്യാവസ്ഥ. നാളെ എനിക്ക് ഇവിടുന്ന് പോകണം. എനിക്ക് ഇനിയും എല്ലാവരുടെ മുന്നിൽ പോയി നിൽക്കാനായിട്ട് പറ്റില്ല. ഈ താലി അഴിച്ചു വെച്ചിട്ട് ഞാൻ പോകുമെന്ന് പറയണം. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഈ കുടുംബത്തിൽ പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കുറേ കല്യാണം പോയി കണ്ടതാ, കുറേ പെണ്ണ് പോയി കണ്ടതാ. പക്ഷെ കല്യാണമൊന്നും നടന്നില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ആ സമയത്താണ് സുധീഷ് ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരുവാന്ന് പറഞ്ഞ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അറിഞ്ഞപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ ഒരു ഉത്സവമാക്കാൻ തീരുമാനിച്ചു. അത് മാത്രമല്ല, വിളിച്ചുകൊണ്ട് വന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി. ഇഷ്ടപ്പെട്ട് വന്നൊന്നുമല്ല, ഇത് വേറെന്തോ തരികടയാന്ന്. അപ്പൊ അവരെയൊക്കെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസപ്ഷനും നടത്തി അവരുടെ മുന്നിൽ വെച്ച് നിധിയുടെ കഴുത്തില് സുധീഷ് താലി കെട്ടണം. അതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ. ഞങ്ങൾ അത്രയെങ്കിലും ആഗ്രഹിച്ചു പോകത്തില്ലേ? അത്ര പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ വരവേറ്റത്. കാരണം ഞങ്ങൾ ആ സമയത്ത് നിങ്ങളെ ഇവിടെ വിളിച്ച് കയറ്റിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോയനും. നിധി പറഞ്ഞു, അതൊക്കെ ശരിയായിട്ടാ. പക്ഷെ എൻ്റെ അവസ്ഥയും കൂടെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, എനിക്കും മനസ്സിലാവുന്നുണ്ട്, പേടിക്കണ്ട. അപ്പോഴേക്കും സുധീഷ് എന്ത് ചെയ്തു, പെട്ടെന്ന് ആ കാലിലേക്ക് അങ്ങോട്ട് വീഴുവാണ് സുഭാഷിന്റെ. ചേട്ടാ എന്നോട് ക്ഷമിക്കേട്ടാ, ഞാൻ പറയാതിരുന്ന എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടത്തിയായിരുന്നല്ലോ. എടാ, നിനക്ക് ഒരു വാക്കെങ്കിലും എന്നോട് തുറന്നു പറയുമായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരുക്കങ്ങളൊന്നും നടത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. സാരമില്ല, ഞാൻ എന്തേലും വിളിച്ചവരോടൊക്കെ പോയി പറഞ്ഞോളാം, നാണം കിടുന്നല്ലേ ഉള്ളൂ. വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞാണ് സുഭാഷ് അങ്ങോട്ട് പോകുന്നത്. ആ പുറകെ സുധീഷും പോയി. നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് സുധീഷും സുഭാഷും കൂടെ ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാരണം ഇത്തിരി സമയം കഴിഞ്ഞപ്പം മണ്ഡപത്തിൽ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കാനുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോൾ ആൾക്കാരുടെ എന്ത് പറയും? വിളിച്ചിരിക്കുന്നവരെല്ലാം വന്നിരിക്കുവാണ്. അവരൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കുവാണ്. ഇതെന്താ ചെറുക്കം മാത്രം വന്നിരിക്കുന്നത്, പെണ്ണ് വന്നില്ല എന്നൊരു ചിന്ത അങ്ങോട്ടും പരസ്പരം കുശൂഷിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ എന്ത് മറുപടി പറയാനെന്ന് അറിയില്ലാതെ ഒരു നിമിഷം സുഭാഷ് വന്നു. പിന്നീട് സുധീഷിനോട് പറഞ്ഞു, ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞാൻ കയറി അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നിടത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് ആ മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് കയറി. എല്ലാം വിളിച്ചു പറയണല്ലോ, ആ സ്റ്റേജിലേക്ക് കയറുവാണ്. അപ്പോഴേക്കും ആൾക്കാരൊക്കെ പരസ്പരം നോക്കുക, ഇവരെന്തിനാ ഈ സമയത്ത് കയറിയെന്നൊരു ചിന്തയായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.